തിരുവനന്തപുരം പേയാട് എന്നുള്ള വാർത്തയിലേക്കാണ്. അവിടെ കാവടിക്കടവിൽ കുളിക്കാനിറങ്ങിയ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ഉദ്യോഗസ്ഥനെ കാണാതായി. തിരുവനന്തപുരത്തു നിന്നുള്ള സ്കൂബ ടീം സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തുകയാണ്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായിട്ടുണ്ട്. സ്റ്റെഫിൻ, മഴയൊക്കെ പെയ്ത് എല്ലാ പുഴകളുമൊക്കെ അത്യാവശ്യം നല്ല ശക്തമായ ഒഴുക്കുള്ള സാഹചര്യമാണ്. ഇത് അപകടകരമായൊരു സ്ഥലമാണോ? അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നോ അതോ കൂട്ടുകാരൊക്കെ ആയിട്ട് വന്നപ്പോൾ പറ്റിയ അപകടമാണോ? ദിവിഷ്, പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ 4 സൈനികരാണ് കുറച്ചു മുമ്പ് കരമനയാറ്റിൽ കുളിക്കാനിറങ്ങിയത്. പ്രത്യേകിച്ചും ആ കാവടിക്കടവ് എന്ന സ്ഥലം ഒരു അപകടം നിറഞ്ഞ സ്ഥലമാണ്. ആ സ്ഥലത്ത് കുളിക്കാനിറങ്ങിയപ്പോൾ വലിയ ജലനിരപ്പ് ഉയർന്നിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്കറിയാം വലിയ ശക്തമായ മഴയാണ്, അടിയൊഴുക്കുണ്ടായിരുന്നു. അങ്ങനെ 4 പേർ കുളിക്കാനിറങ്ങി. ബ്രിട്ടോ, അഭിജിത്ത്, ശ്രീയേഷ്, സുജിത്ത് എന്നീ 4 പേരാണ് കുളിക്കാനിറങ്ങിയത്. 4 പേരും സൈനികരാണ്. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്നാണ് അവർ പോയത്. ഇതിൽ സുജിത്തിന് നീന്തി തിരിച്ചു കയറാൻ വേണ്ടി ആയില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീമിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ സൈനികരും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥയാണ്, ശക്തമായ അടിയൊഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആഴത്തിൽ ഇറങ്ങിയുള്ള പരിശോധന ഇപ്പോൾ അത്ര നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് ഒരു വലിയ പ്രതിസന്ധിയായി തന്നെ തുടരുന്നു. ഒപ്പം ശക്തമായ ജലനിരപ്പ് ആണ്, അടിയൊഴുക്കാണ് ഇപ്പോൾ കരമനയാറ്റിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് മഴ കാരണമാണ് വലിയ തരത്തിലുള്ളൊരു ജലനിരപ്പ്. നേരെ നോക്കിക്കഴിഞ്ഞാൽ വലിയ അടിയൊഴുക്കൊന്നും തന്നെ കാണാൻ സാധിക്കില്ല. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് പെട്ടുപോകുന്ന സ്ഥിതിയാണ് എന്നുള്ളതാണ് നാട്ടുകാരെല്ലാം തന്നെ പറയുന്നത്. പതിവായി ഇങ്ങനെ അപകടം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കാവടിക്കടവ്. മുൻപും ഒരുപാട് വിദ്യാർത്ഥികളും മറ്റ് വിനോദസഞ്ചാരികളും എല്ലാം അവിടെ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ജലനിരപ്പ് ഉയർന്നതും അടിയൊഴുക്ക് കൂടിയതുമാണ് അപകടം വിളിച്ചു വരുത്തിയത്.